ഹായ് ഫ്രണ്ട്സ്, 3 സ്റ്റാർ ഫാമിലിയിലേക്ക് സ്വാഗതം. ബർത്ത്ഡേയുടെ ദിവസം ഫോട്ടോഷൂട്ട് നടത്താൻ പോയ വീഡിയോയുടെ ബാക്കി വീഡിയോ ആണിത്. അങ്ങനെ അത്യാവശ്യം കുറുമ്പും ഫോട്ടോയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്നാൾക്കും ചെറിയ വിശപ്പൊക്കെയായി. അങ്ങനെ ഇവർക്കുള്ള ഫുഡ് ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മൂന്നാൾക്കും ഞാൻ ആ ഫുഡ് കൊടുത്തു. അത്യാവശ്യം ആ ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലച്ചുവും കണ്ണനും റോഡിൽ കളിക്കാനായിട്ട് ഇറങ്ങി. ആ ടൈമിൽ വലിയ വാഹനമൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടാളെയും ഓടാനായിട്ട് വിട്ടു. തുമ്പിമോള് മാത്രം ആ ടൈമിൽ വാശി കാണിച്ച് ചേട്ടൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. പിന്നെ ഇവർ രണ്ടാളും അവിടെ നല്ല ഓടിക്കളിച്ചു. അത് കഴിഞ്ഞ് തിരികെ വരുന്ന വഴി ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. കാരണം ഞങ്ങളെല്ലാവരും ആകെ വിശന്ന് വലഞ്ഞായിരുന്നു. ഇവരുടെ പിന്നാലെ ഓടി എല്ലാവരും കുഴഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ചധികം ടൈം എടുത്തായിരുന്നു ഫോട്ടോ എടുക്കുന്നിടത്ത്. അപ്പോൾ അതുകൊണ്ട് വിശന്ന് ആകെ കുഴഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ കയറിയ ഹോട്ടലിൽ പുറത്തിരുന്ന് ഫുഡ് കഴിക്കായിരുന്നു, അകത്തും ഇരുന്ന് കഴിക്കാം. പുറത്ത് നല്ല ആംബിയൻസ് ആയിരുന്നു, പക്ഷേ അവിടെ ശരിക്കും ആളായിരുന്നു. അപ്പോൾ ഇവരെയും കൊണ്ട് അവിടെ ഫുഡ് കഴിക്കാനിരുന്നാൽ ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് തന്നെ കയറി ഫുഡ് കഴിക്കാൻ. അവിടെ വേറെ ഫാമിലിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയും മൂന്നാളും നല്ല കളിയായിരുന്നു. കണ്ണമ്മൻ കാലിൽ കിടക്കുന്ന ചെരുപ്പൊക്കെ ഊരിയും ലച്ചുവും തുമ്പിയും കയ്യിലെ വളയൊക്കെ ഊരിയും അവർക്ക് നല്ല കളിയായിരുന്നു. ഞങ്ങൾ കുറച്ചധികം പേരുണ്ടായിരുന്നതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് താമസം ഉണ്ടായിരുന്നു ഫുഡ് വരാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അവർ അവിടെയും നല്ല കളിച്ചു. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരത് കഴിച്ചില്ല. അതുകൊണ്ട് അത് ഞങ്ങൾ തിരിച്ച് പാഴ്സൽ വാങ്ങിയായിരുന്നു. അങ്ങനെ തിരികെ ഞങ്ങൾ കാറിൽ കയറി വീട്ടിലോട്ട് പോയിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി ഞങ്ങൾ ആ കേക്കും വാങ്ങിയിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ട് ഇവരെ കൊണ്ട് ആ കേക്ക് കട്ടിയിക്കാമെന്ന് കരുതി. അങ്ങനെ മൂന്നാളെയും കേക്ക് കട്ടിയിക്കാൻ നിർത്തി. തുമ്പിമോളുടെ കൈ അവരുടെ അച്ഛനും പിടിച്ചു, കണ്ണൻ്റെയും ലച്ചുവിൻ്റെയും കൈ ഞാനും പിടിച്ചു. അങ്ങനെ ആ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ സന്തോഷവും വരുന്നുണ്ടായിരുന്നു, സങ്കടവും വരുന്നുണ്ട്. ആകെ 2 വർഷങ്ങൾക്ക് പുറകോട്ടൊന്ന് ചിന്തിച്ചപ്പോൾ ആകെ ഒരു സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു നിമിഷമായിരുന്നു ഇത്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും ആണ് ഈ 2 വർഷം വരെ എത്തിയത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും, എൻ്റെ സൗണ്ട് ഇടാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് അവരുടെ വായിലൊക്കെ വെച്ച് കൊടുത്തു. അവർ തന്നെ എന്നിട്ട് കേക്ക് സ്വന്തമായിട്ട് അവർ തന്നെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അധികം അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഏറ്റവും അടുത്ത 1-2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരും ആ കേക്കൊക്കെ കട്ട് ചെയ്ത് അവരുടെ വായിലൊക്കെ വെച്ച് കൊടുത്തു. ലച്ചൂട്ട അപ്പോഴേ തന്നെ കത്തിയെടുത്ത് ആ കേക്കൊക്കെ കുത്തി മുറിക്കാൻ തുടങ്ങിയായിരുന്നു. അവർ മൂന്നാളും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, കേക്ക് തനിയെ കട്ട് ചെയ്യാനും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് 1 വയസ്സ് ബർത്ത്ഡേയുടെ സമയത്ത് കേക്ക് കട്ട് ചെയ്യാന്നെങ്കിൽ മൂന്നാളും നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. ആ ടൈമിൽ നമ്മൾ കയ്യിലെടുത്ത് ചെയ്യിപ്പിച്ച മൂന്നാളും നല്ല വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ 2 വയസ്സായപ്പോൾ ഞാൻ ആലോചിച്ചായിരുന്നു എങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മൂന്നാളും ഹാപ്പി ആയിട്ടൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മൂന്നാളും നിന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.